വീണ എന്നോടൊപ്പം ഈ പ്രദേശത്ത് തന്നെയുള്ള ഒരു പ്രദേശവാസി ഉണ്ട്. അദ്ദേഹത്തിന് ചില കാര്യങ്ങളൊക്കെ തുറന്ന് പറയാനുണ്ട്. അദ്ദേഹം ഈ ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ച ഒരാളാണ്. അദ്ദേഹത്തോട് തന്നെ നേരിട്ട് ചില കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. അന്ന് ഈ ദുരന്തം നടക്കുമ്പോൾ ഈ പ്രദേശത്തുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രാവിലെയാണ് വന്നത്. രാത്രി വീട്ടിലായിരുന്നു. രാവിലെ തറഞ്ഞപാടെ ഉടനെ എത്തി. ഈ പ്രദേശത്തുള്ള ആൾ തന്നെയാണ്? അതെ അതെ. ഇവിടുന്ന് ഒരു കിലോമീറ്റർ 2 കിലോമീറ്റർ. പിന്നെ സേവാഭാരതിയുടെ പ്രവർത്തനം ഉണ്ടായിരുന്നു. അവരുടെ കൂട്ടത്തിൽ കുറച്ച് നിന്നു. എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു അല്ലേ? അമ്പലം ഒലിച്ചു പോയി. അമ്പലം നിന്നാണിത്. പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് ആകെ 2 വർഷമേ ആയിട്ടുള്ളൂ. വലിയ ശിവക്ഷേത്രമായിരുന്നു. 4 അമ്പലത്തോട് കൂടിയിട്ടുണ്ടാക്കിയ ക്ഷേത്രമാണ്. ഒന്നുമില്ല. അതിൻ്റെ അകത്ത് പൂജാരി ഉണ്ടായിരുന്നു. പൂജാരിനെ ഒരു 4 കിലോമീറ്റർ ദൂരം നിന്നാണ് കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടിരുന്നു. മറവ് ചെയ്തു. ഇന്നലെ മറവ് ചെയ്തു. ചേരമ്പാടിക്കാരനാണ്, തമിഴ്നാട്ടുകാരനായിരുന്നു. ഇന്നലെ അത് ചെയ്തു. പിന്നെ ഒരുപാട് ബോഡി ഇനിയും കിട്ടാനുണ്ട്. പിന്നെ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നുള്ള തെരഞ്ഞു പോയി എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല അവിടെ. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും ഈ മുണ്ടക്കൈയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയാണല്ലോ പ്രധാനമായും അല്ലേ? ഇനിയിപ്പോൾ ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു മേഖല മുണ്ടക്കൈയാണ്. ആ മുണ്ടക്കൈയിൽ ഇപ്പോൾ തിരയുകയാണെങ്കിൽ ഇപ്പോൾ ബേലി പാലം പൂർത്തിയാക്കിയതിന് ശേഷം അങ്ങോട്ട് പോകുന്നു. മണ്ണുമാന്തി യന്ത്രം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ചിത്രം ഭീകരമായിരിക്കില്ലേ? ഓർക്കാൻ പോലും കഴിയുന്നില്ല. ഞങ്ങൾ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് അത് ഓർക്കാൻ പോലും കഴിയുന്നില്ല. പുത്തുമലയിൽ 2019 ഓഗസ്റ്റ് 8 ഇതുപോലെ അമ്പലം, പള്ളി എല്ലാം പോയതായിരുന്നു. കുറേ വീടുകളും പോയതാണ്. ഇനി 5 ബോഡി കിട്ടാനുണ്ട്. അന്ന് നമ്മൾ ഉദ്ദേശിച്ചത് നമ്മളതാണ് വലിയ ദുരന്തം. ഇത് അതിൻ്റെക്കാട്ടിലൊരു 10 മടങ്ങ് കൂടുതൽ ഉള്ളൊരു ദുരന്തമായിട്ടാണ് മാറിയിട്ടുള്ളത്. വളരെ വിഷമം. ഇതിൽ നിന്ന് നേരെ കിട്ടണമെങ്കിൽ എന്താ ചെയ്യാൻ തന്നെ ഒരു അറിയാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ ഈ ഗ്രാമത്തിലുള്ള ആളുകൾ. അല്ല, അപ്പോൾ ഇത്രയും കാലം നിങ്ങൾ ഈ ഒരു ആത്മഹത്യാ മുനമ്പ് തന്നെയല്ലേ നിന്നത്? ഒരു അഗ്നിപർവ്വതത്തിന് മുന്നേ തന്നെയല്ലേ ഇരിക്കുകയായിരുന്നില്ലേ? അപ്പോൾ ഇവിടെ നിന്ന്, കാരണം അതീവ ദുർബല പ്രദേശമാണ് ഇത്, ഇവിടെ ആൾതാമസം പാടില്ല. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിലടക്കം പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് പുനരധിവസിപ്പിക്കണം ഇവിടെയുള്ള ആളുകളെ എന്നൊക്കെ. ജില്ലാ ഭരണകൂടത്തിൻ്റെ മുന്നറിയിപ്പ് ലഭിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി തന്നെ പാർലമെൻറ്റിൽ പറയുകയുണ്ടായി, ഒരാഴ്ച മുമ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു, ജൂലൈ 23-ന്. അങ്ങനെ എന്തെങ്കിലും ഒരു മുന്നറിയിപ്പ് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിരുന്നോ? നാട്ടുകാർക്ക് ലഭിച്ചിട്ടില്ല. പിന്നെ തലേദിവസം കുറേ വീടുകൾ മാറ്റി പാർപ്പിച്ചു. അതുകൊണ്ടാണ് വലിയൊരു ദുരന്തം മാറിയത്. മാധവ് ഗാഡ്ഗിലിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ അന്ന് എല്ലാ ആളുകളും കളിയാക്കിയായിരുന്നു, ഇങ്ങനെയൊന്നും ഇവിടെ സംഭവിക്കില്ല എന്നുള്ളത്. ഇപ്പോഴാണ് എല്ലാ ആളുകളും അത് പറയണത്, അത് സത്യമായിരുന്നു എന്നുള്ളത്. അതാണ് അവസ്ഥ. അപ്പോൾ ആളുകൾക്കറിയാം ഏത് നിമിഷം ഇതുപോലുള്ള ഉരുൾപൊട്ടൽ ഉണ്ടാവും, അല്ലെങ്കിൽ കനത്ത മഴയുണ്ടാവും, ഞങ്ങൾക്ക് അപകടം സംഭവിക്കും എന്ന് വ്യക്തമായ ബോധ്യം ഇവിടുത്തെ നാട്ടുകാർക്കുണ്ട്. പക്ഷെ മാറിപ്പോകാൻ ഇടമില്ല. മാത്രമല്ല, മാറ്റി താമസിപ്പിക്കേണ്ടവർ താമസിപ്പിക്കുന്നുമില്ല. അതെ അതെ. മാറ്റി താമസിപ്പിക്കുക എന്ന് പറയുന്നത് നടക്കുന്നില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊക്കെ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു വീടും ഒരു 5 സെൻറ്റ് സ്ഥലം ഒരു വീടുമാണ്. ഇത് ഉപേക്ഷിച്ചാൽ ഇത് വിറ്റാൽ കാശ് കിട്ടില്ല. അത് വിൽക്കാതെ നമുക്ക് പുറത്ത് പോയിട്ട് ഒരു മേടിക്കാനുള്ള പ്രാപ്തിയില്ലാത്ത ആളുകളാണ് മുഴുവനും. അതായത് ഒരു 90% അങ്ങനത്തെ ആളുകളാണ്. അതുകൊണ്ട് എന്താ ചെയ്യാന്നുള്ളത് ഇപ്പോൾ 2019 ഉരുൾപൊട്ടിയതിന് ശേഷം ഒന്ന് നേർന്നു വന്നതായിരുന്നു. ആളുകൾ അതൊക്കെ ഒന്ന് മറന്നു. ഇവിടേക്ക് ടൂറിസ്റ്റുകൾ കൂടുതൽ വരാൻ തുടങ്ങി. ഇനി ഇവിടുത്തെ അവസ്ഥ എന്താ? ഒക്കെ ടൂറിസ്റ്റ് മേഖലയായിട്ട് ജീവിക്കുന്ന ആളുകളാണ് ഇവിടെ 90% ആളുകളും. പിന്നെ 10% കൃഷിക്കാരും ഉണ്ട്. ആ കൃഷി മുഴുവനും നഷ്ടപ്പെട്ടു. ഇനി ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ വന്ന് ഒന്ന് ലെവലാവുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞങ്ങൾക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അല്ല, ഇതിപ്പോൾ പുനരധിവാസം ഒരു ഭാഗത്ത് നടക്കണം, അതോടൊപ്പം പുനർനിർമ്മാണം വേണ്ടേ? കാരണം ഒരു നാട് മുഴുവൻ ഒലിച്ചു പോയിരിക്കുന്നു അല്ലേ? നാടിനെ വിഴുങ്ങിയിരിക്കുന്നു. അപ്പോൾ ഈ പുനർനിർമ്മാണം സമീപകാലത്തെങ്കിലും നടക്കുമോ? അത് സർക്കാരാണ് അറിയേണ്ടത്. നമുക്കതിനെ പറ്റി ഒരു ഇതും കിട്ടുന്നില്ല. ശരിക്കും എന്താ പറയുക, ഒരു താണ്ഡവമാണ് ഞാൻ ഇവിടെ നടന്നിട്ടുള്ളത്. ശിവതാണ്ഡവം എന്നൊക്കെ പറയും പോലെ ഒരു താണ്ഡവമാണ്. ക്ഷേത്രത്തിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ഈ കിടക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഒറ്റപ്പെട്ട ഒരു കുടുംബത്തിൽ തന്നെ ആരക്കൽ എന്ന് പറഞ്ഞൊരു കുടുംബമുണ്ട്. ആ കുടുംബത്തിൽ നിന്നാണ് ഒരുപാട് ആളുകൾ പോയിട്ടുണ്ട്. അവർ 6ഓളം വീടും പോയിട്ടുണ്ട്. ഇതാണ് അവസ്ഥ. പിന്നെ ഒറ്റപ്പെട്ട ആളുകളാണ്. കുടുംബത്തിൽ നിന്ന് പോയി ഒരു മോൻ ഒറ്റയ്ക്കുള്ള കുടുംബങ്ങളുണ്ട്. ഭാര്യ മരിച്ച് ഭർത്താവ് ഒറ്റയ്ക്കുള്ളതുണ്ട്. അപ്പോൾ അതൊക്കെ പാടെ നമ്മളൊന്ന് എല്ലാവരും പാടെ കൂടി ഒന്ന് സഹകരിച്ച് ഇത് പഴയ ഇതിലേക്കൊന്ന് എത്തിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ.